guys, welcome back to my channel. ഇന്നലെ നമ്മൾ തിരുപ്പൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഗ്രാജുവേഷൻ അതായത് കോൺവക്കേഷൻ്റെ ദിവസമാണ്. അപ്പോൾ ഞാൻ രാവിലെ എനിക്കിപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ഇനി വേഗം പോയി കുളിച്ച് റെഡി ആകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എനിക്കൊരു കോഫി കുടിക്കാണ്. നമ്മുടെ റൂമിലെ കെറ്റിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആദ്യം അവിടെ കോഫി ഇടുന്നുണ്ട്. കോഫി കുടിച്ചതിന് ശേഷം വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് വരാം. ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടെ ഒരു ബാൽക്കണി പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയി കാപ്പി കുടിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്താലോ കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിൽ കോഫിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കേട്ടോ കോഫി ഉണ്ടാക്കിയത് രാവിലെ തന്നെ. അപ്പോൾ ഇതാ പുറത്ത് നല്ലൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലും പിന്നെ ബസ് സ്റ്റോപ്പൊക്കെയാണ് കാണുക. പക്ഷേ ഏകദേശം ഒരു 6:15, 6:30 ആ ഒരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സൺറൈസ് പോലത്തെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു, കാപ്പിയൊക്കെ കുടിച്ചു. കണ്ടില്ലേ, നല്ല രസമല്ലേ ആ ഒരു സൈഡിലെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയി ഓരോരുത്തരായി കുളിക്കലും പിന്നെ ഡ്രസ്സ് മാറലൊക്കെ തുടങ്ങി കേട്ടോ. ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞപ്പോഴേക്കും വിശപ്പ് തുടങ്ങി. അപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു തന്നെ നമുക്ക് അവർ ഫുഡ് കൊടുന്നു തരും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും നെയ്റോസ്റ്റാണ്, വലിയ ദോശയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറി, ഇനി മുടിയും കൂടി കെട്ടിയാൽ മതി. അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയിട്ടുണ്ട്. അമ്മ റെഡിയായി, ആര്യ, അനുമോള്, പിന്നെ റോസും നല്ല പുലർച്ചെയാട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ ഞങ്ങളെല്ലാവരും കൂടി അവിടെ തന്നെ അവരൊരു ഓട്ടോ വിളിച്ചു തന്നു കേട്ടോ. അതിന് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ആ ചേട്ടൻ തിരിച്ചു വരാൻ ആ നമ്പറിലേക്ക് തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ കോളേജിലെത്തി. കോളേജിൽ സ്വന്തമായിട്ട് അമ്പലം കുറേ മാറ്റങ്ങളുണ്ട്. കുറേ ചെടികളൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ലോണൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സൈൻ ഇട്ടിട്ട് വേണം കയറാൻ. അപ്പോൾ ഇവിടെ സൈൻ ചെയ്തിട്ട് കയറാം കേട്ടോ. ഇന്നലെ ടച്ച് ബൈ അമ്മ തൊലി കയറിപ്പോൾ എൻ്റെ സാരി മുഴുവനായിരുന്നു. എൻ്റെ അമ്മ ഇല്ലാതെ എന്ത് ചെയ്തു. അപ്പോൾ ഇതാട്ടോ ഞാൻ പഠിച്ച കോളേജ്, രേവതി കോളേജാണ്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ലെവലിലായിരുന്നു ഇല്ല കേട്ടോ. അപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. ആ ഗ്രൗണ്ടിലാട്ടോ ഫംഗ്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കയറി വരുമ്പോൾ ചന്ദനും മിഠായിയൊക്കെ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. ഇത് മഞ്ജു, ഇതൊക്കെ എൻ്റെ ജൂനിയേഴ്സാണ്. എന്നിപ്പോൾ ഓർമ്മിപ്പിച്ചതാണ് അവർ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത് ലുലു ഫവാസ്, ഇത് നമ്മുടെ സ്വന്തം സൂഫി, നമ്മുടെ റാസി. ഇനി ഓരോരുത്തർ പരിചയപ്പെടുത്തില്ല കേട്ടോ. ഞങ്ങളുടെ ക്ലാസ് കാർഡിയാക്കിന്റെ ടോപ്പർ തമിഴ് സെൽവൻ, ഇത് ഞങ്ങളുടെ പെർഫ്യൂഷന്റെ ടോപ്പർ സാജി. എൻ്റെ യൂട്യൂബ് ചാനൽ വരും. കയറി ഒരു തന്നെ ഗ്രാജുവേഷൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് തന്നു കേട്ടോ. 600 റുപ്പീസ് വാങ്ങിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ഉണ്ട്. 500 റുപ്പീസ് തിരിച്ച് കിട്ടും. ഈ ഡ്രസ്സിന് കേടുപാടൊന്നും ഇല്ലാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 100 റുപ്പീസ് വാടകയെ തോന്നുന്നു. നമുക്ക് ഓരോരുത്തരെയും പേര് എഴുതിയ സീറ്റുണ്ട്. പക്ഷെ ഞങ്ങൾ മാറി മാറി ഇരിക്കുകയാണ് ഫാൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തോ സാധനം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് അറിയില്ല. മറ്റേത് പ്ലഡ്ജ് എടുക്കാനുള്ളതായിരുന്നു കേട്ടോ. ഇതിലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്. ഗ്രാജുവേഷൻ്റെ സെറിമണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഫോൺ ഓഫ് ചെയ്ത് പാരൻസിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. അതെന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ കയറുന്ന വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് നമുക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം അവർ തന്നത് കേട്ടോ. ഫ്രീ ആയിട്ട് ഒരു ഫോട്ടോ തന്നത്, ബാക്കിയല്ലാത്ത നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫോട്ടോ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ നിങ്ങളിതൊന്ന് കാണിക്കാൻ നേരിട്ടു. ഇതാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് ഇടുന്ന ഫോട്ടോ. നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നത് MGR യൂണിവേഴ്സിറ്റിയുടെ VC ആട്ടോ, വൈസ് ചാൻസലർ. എന്റെ വ്ളോഗ് വിവേക് ബ്രോ. ഇന്നത്തെ നമ്മുടെ അത് എനിക്കും കിട്ടിയിട്ടുണ്ട്. 10 ലക്ഷത്തിന്റെ മുതലാ. പിന്നെ എന്താ, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണ പോലെ തന്നെ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോട്ടോ. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി. സാരിയൊക്കെ എടുത്ത് വയ്യാണ്ടായി ഗൈസ്. ലാസ്റ്റ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മുടെ ഒരു ക്ലാസ് റൂമിലാട്ടോ ഡെസ്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ നമുക്ക് ഇവിടെ കിട്ടാനുള്ള തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി, സാലഡ്, പിന്നെ എന്തോ കേസരി, പൈനാപ്പിൾ എന്തോ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം. നമ്മുടെ ഫോട്ടോ കിട്ടാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഓട്ടോക്കാരനെ വിളിച്ചു വിട്ടു. രാവിലെ അന്ന് അതേ ചേട്ടൻ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങണ വഴിക്ക് ഇത് അമ്മ അവിടെയുള്ള പൂക്കളൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ മണത്ത് നോക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് അമ്മ തിങ്സ്.
റൂമിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആരും അനുമോളും റോസും കൂടി ഇറങ്ങിയിട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒരു 6 മണിക്കാകുമ്പോൾ ഇറങ്ങാൻ എഴുതി. അമ്മ അപ്പളേ ഉറക്കം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ആര് സ്യൂട്ട് കേസൊക്കെ പിടിച്ച് നമ്മളെവിടെ ദുബായിക്കൊക്കെ പോണ പോലെ ഭയങ്കര പരിഷ്കാരത്തോട് കൂടിയിട്ടാണ് പോകേണ്ടത്. റോസ് അനുമോളും കൂടി പോകുമ്പോൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളം നിറച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ അവരെ യാത്രയാക്കി തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുള്ളൂ. നമുക്ക് ഉറങ്ങാൻ കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് മെല്ലെ ഒരുങ്ങി പോവാണ്. അപ്പോൾ ഉറങ്ങിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞാൻ എന്താ എണീറ്റ് വന്ന് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടോ. അപ്പോൾ നമ്മുടെ റൂമിൽ തന്നെ കോഫി പൗഡറും കെറ്റിലും പിന്നെ പാൽപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമായി. അമ്മ അതാ എനിക്ക് അവിടെ കാപ്പി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരു പാൽപ്പൊടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ നോർമൽ കാപ്പിയും ഞാൻ പാൽ കാപ്പിയാണ് കുടിച്ചത്. എനിക്ക് ഈ ബാൽക്കണി ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മ കാപ്പി ഉണ്ടാക്കി വന്നപ്പോൾ പുറത്തിറങ്ങി കാപ്പി കുടിക്കാൻ എഴുതി. ഇതുവഴി ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ച് റൂമിലെത്തി റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ. അപ്പോൾ നമുക്ക് റൂമിനോട് ഇനി ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാം. എന്തായാലും നല്ല റൂം സർവീസും പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു റൂമൊക്കെ തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. റൂമിലെ ഫ്രണ്ടിലായിട്ട് തന്നെ അവരിങ്ങനെ ഒരു ക്യാനിൽ നിറയെ വെള്ളം നിറച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ തിരിച്ച് പോകുമ്പോൾ വെള്ളം നിറയ്ക്കാൻ ഭയങ്കര ഉപകാരമായിരുന്നു. അങ്ങനെ നമ്മൾ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ചു. അമ്മ ആ ഡോറൊക്കെ ലോക്ക് ചെയ്തു. ഞങ്ങൾ താഴോട്ടിട്ട് കീയൊക്കെ കൊടുത്തു കേട്ടോ. കീയൊക്കെ കൊടുത്തിട്ട് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇതാട്ടോ നമ്മൾ താമസിച്ച ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഒരു വ്യൂ വരുന്നത്. നമുക്കിവിടെ നിന്ന് മെല്ലെ ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ വന്ന പാട് തന്നെ ഞങ്ങൾക്ക് അവിനാശി ന്യൂ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് കിട്ടി കേട്ടോ. അപ്പോൾ ബസ് ടിക്കറ്റൊക്കെ ഫ്രീ ആണ്. ഇവിടെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഫ്രീ ആട്ടോ. ഗവൺമെൻറ് സർവീസ് ആയിട്ടുള്ള ബസ്സുകളിലാണ് തോന്നുന്നു. ആ ടൗണിൽ ഓടുന്ന ബസ്സുകളിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടും. അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ. ഇതാട്ടോ അവിനാശി ബസ് സ്റ്റാൻഡ്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ലീവ് കിട്ടുമ്പോൾ ഒരു പുലർച്ചെ 5:30 ആ ഒരു നേരത്തേക്കാണ് ഞങ്ങൾ വരിക. ഇവിടെ വന്നിട്ട് തിരുപ്പൂരിലേക്കുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ് മാറി കയറും കേട്ടോ. എന്തായാലും നമുക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ കോയമ്പത്തൂർ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്തൊരു ബസ്സാണ് കിട്ടിയിട്ടോ. 1.5 മണിക്കൂറൊക്കെ എടുത്തു കേട്ടോ നമ്മൾ കോയമ്പത്തൂർ എത്താൻ വേണ്ടി. നമുക്ക് ഇനി തിരിച്ചുള്ള ബസ് 8 മണിക്കാണ്. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 7:40 ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ഷമാമിൻ്റെ ജ്യൂസും അമ്മ ഒരു ടെൻഡർ കോഫിൻ്റെ ഷേക്കോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ചിക്കൻ റൈസും വാങ്ങി. അമ്മ ഒരു ബേൽപൂരി വാങ്ങിയിട്ട് നമുക്ക് ഫുള്ള് കഴിക്കാൻ സമയം കിട്ടിയില്ല. ലാസ്റ്റ് അത് പാർസൽ എടുക്കേണ്ടി വന്നു. കാരണം കുറച്ച് നടന്നാലും നമുക്ക് കേരള സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ എത്തിയതാ നമ്മൾ ബസ് കയറിയിട്ടുണ്ട്. ഇത് 12 മണിയാകുമ്പോഴേക്കും ഗുരുവായൂർ എത്തും കേട്ടോ. 12 മണിയാകുമ്പോൾ എത്തുമെന്ന് വിചാരിച്ചിട്ട് ബസ്സിൽ ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു 11 ആകുമ്പോഴേക്ക് എത്തി. നേരെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയിട്ടോ. അപ്പോൾ അവിടെ കഴിച്ചതിൻ്റെ ബാക്കി ചിക്കൻ റൈസ് പാർസലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം അതൊക്കെ കഴിച്ച് നേരെ കിടക്കാൻ പോയി ഗൈസ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒരു വൈൻഡപ്പ് പോലൊരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ എത്തിയപ്പോൾ ഒരു 12 മണിയായി. പിന്നെ ഫുഡ് കഴിച്ച് ഫ്രഷായി കിടന്നുറങ്ങി. നമ്മുടെ ട്രാവലിംഗ് ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടൊന്നും വരുത്തിയില്ല കേട്ടോ. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോഴായാലും ആ ഒരു ടൈം ഡിലേ വന്നു. മീൻസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ വിളിച്ച് ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ അവർ ഓൺ ടൈം ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരം വൈകി എന്ന് വിചാരിച്ചിട്ട് കുറേ ഓട്ടോ വിളിച്ചിട്ട് കുറേ കാശ് അങ്ങനെ പോയി. പക്ഷെ നമ്മളവിടെ 5:30 എത്തി. പക്ഷെ അപ്പോഴാണ് അവർ പറയുന്നത് 6:30 6:45 ഒക്കെ ആവുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് അധികം കടകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷേ വണ്ടി കയറിയതിന് ശേഷം നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് സുഖമായിട്ട് കടന്നു പോകാൻ പറ്റി. അത് കഴിഞ്ഞ് അവിടെ എത്തിയിട്ടെടുത്ത റൂമായാലും അടിപൊളിയായിരുന്നു. അവിടുത്തെ സർവീസും അടിപൊളിയായിരുന്നു. പിന്നെ പറയാതെ തിരിച്ച് വരുമ്പോഴായാലും നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ വണ്ടി എടുത്തു. 8 മണിക്ക് തന്നെ കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി എടുത്ത് ഗുരുവായൂർക്കുള്ളത്. ഗുരുവായൂർ നമ്മൾ 12 മണിക്ക് എത്തുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 11:30 എത്തി. വീട്ടിലൊരു അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് 11:45 എത്തിയിട്ടോ. പിന്നെ ഗ്രാജുവേഷനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പരിപാടി. എന്നാലും കുറച്ചൊരു ബെറ്റർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങളുടെ പരിപാടിക്ക് ശേഷം മീറ്റൊക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളതിന് നിന്നില്ല കേട്ടോ. നേരെ തിരിച്ച് വന്നിട്ട് നമ്മൾ റൂമിൽ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷമൊക്കെയാണല്ലോ പിന്നെ ബസ് കയറിയിട്ട് വന്നത്. അപ്പം പരിപാടി കാണാനായിട്ട് പരിപാടി തന്നെ 7:30 തുടങ്ങുമെന്ന് പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ എത്തുമ്പോൾ ഒരു 10 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങൾ എത്തിയിട്ടും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം കുഴപ്പമില്ലായിരുന്നു. ഓവറോൾ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഓൾറെഡി ഈ നമ്മുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയതാണ്. ഇതെന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഗ്രാജുവേഷൻ പോലെ നമ്മുടെ കോളേജിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരുന്നു. അത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഒറിജിനലൊക്കെ ഓൾറെഡി കിട്ടിയതാണ്. പിന്നെ ഇപ്പം നടക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജൂനിയേഴ്സിനെയും ഞങ്ങളുടെ സീനിയേഴ്സിനെയും ഞങ്ങളുടെ 3 ബാച്ചിനെയും കൂടിയിട്ടുള്ളൊരു ഗ്രാജുവേഷൻ്റെ സെറമണി ആയിരുന്നു. പിന്നെ ഓൾസോ PGക്കാർക്ക് ഉള്ളതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്രയും മെഡിക്കൽ നഴ്സിംഗുകാർ ഞങ്ങളുടെ തലേദിവസമായിരുന്നു ഗ്രാജുവേഷൻ്റെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു
കുഞ്ഞു വീഡിയോ ആണ്. ചിലപ്പോൾ ഞാൻ ഈ പോണേൻ്റെ തലേ ദിവസത്തെയും അന്നത്തെയും കൂടി ഒരുമിച്ചിടുക. ചിലപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടും. നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാമല്ലോ എത്ര ടൈം വരുന്നുണ്ട്. ടൈമൊന്നും അധികമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് പിന്നെ ഒരു കാര്യമില്ല, സ്റ്റേജിൽ കയറുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പായിട്ട് ഫോൺ പാരൻസിന് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയാണെങ്കിൽ ഏറ്റവും ബാക്കിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സ്റ്റേജിൽ കയറുന്ന വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മെയിൻ സംഗതികളൊക്കെ മിസ്സായി. പക്ഷേ ആ ഒരു ഫോട്ടോ മാത്രം, നമ്മളത് പിടിച്ചിട്ട് ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് മാത്രമേ ഇപ്പോൾ എനിക്ക് കയ്യിലുള്ളൂ കേട്ടോ. വീഡിയോ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് അവരങ്ങനെ പാരൻസിന് ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ചില കോളേജിൽ എങ്ങുമില്ലാത്ത റൂൾസൊക്കെ ആണല്ലോ. ഞങ്ങളുടെ അവിടെയും അങ്ങനെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഡേ ബൈ ഡേ വീഡിയോസിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും വേണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.